പാർട്ടി ആയിരിക്കും ചെയ്തത്, ടീച്ചറല്ല, അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്ക് അറിഞ്ഞുകൂടാ ശരിക്ക്. അഴിമതി എന്നത് ഒന്നും അഴിമതി ഉള്ളതായി തോന്നിയിട്ടില്ല എനിക്ക്. നമ്മളിപ്പോൾ ആ കെട്ടിട നമ്പറിൻ്റെ കേസിൽ എല്ലാവരും പറയുമ്പോൾ രഞ്ജിത്ത് ആലോചിച്ചില്ലേ, ആ സമയത്ത് പത്രവാർത്ത വന്നില്ലേ, എത്ര മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ കെട്ടിട നമ്പർ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിരുന്നു ആ സമയത്ത്, പിന്നെ അത് റെക്ടിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ മാത്രം സത്യസന്ധമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് കേസ് കൊടുത്തു. സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും മാതൃകാപരമായ കാര്യമല്ലേ ചെയ്തത്? ആലോചിച്ച് നോക്കി അല്ലേ? എന്നിട്ട് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയില്ലാത്ത കാര്യമല്ലേ അവർ പറയണത്? ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ ചെയ്തത് എന്താ? പൂത്തി വയ്ക്കുന്നതിന് പകരം അപ്പോൾ തന്നെ ഇത് നമ്മളെല്ലാവരും അന്വേഷിച്ചു. യൂണിയൻകാർ വന്ന് പറഞ്ഞു ഇത് കൊടുക്കണം. യൂണിയൻ്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അതിൽ ഓരോരുത്തരും കുടുങ്ങി. അവരറിഞ്ഞ് ചെയ്തിട്ടല്ല, അവർക്ക് കൊടുത്ത്, അതായത് ആ ഏതൊരാൾക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു അന്ന് അത് പ്രവർത്തിച്ചിരുന്നത്. അതാണ് കാരണം. ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ എന്താ പറയണത്, അവരുടെ ലോഗിൻ പാസ്വേഡ് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമൊന്നും അല്ല വന്നത്. അല്ലാതെയും പല കാരണങ്ങളെ കൊണ്ട് അതിനകത്ത് എന്തോ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗവൺമെൻറ് ഒരു ലോബിയിങ് ഉള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അധികാരത്തിൽ നമ്മൾ എത്ര ക്ലീൻ ആവാൻ ശ്രമിച്ചാലും ഒരു ഇടനിലയിലൊക്കെ നിൽക്കുന്ന, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ ചില എന്താ പറയുക ദല്ലാൾമാർ, അത് നമുക്ക് മുമ്പേ ഉണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട്. അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചത് 5:15 കഴിഞ്ഞ് ആരും നിൽക്കരുതെന്ന് പറയാനും, കുറേ പേരോടൊക്കെ ഇവിടെ വരരുതെന്ന് പറയാനും, ഒരു വിസിൽ വിളിക്കാനും ഒക്കെ സാധിച്ചു. പലരും നമ്മൾ താക്കീത് ചെയ്തു. നമ്മളിപ്പം റവന്യൂവിൽ അതുപോലെ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മൾ സെക്യൂരിറ്റിയെ നിർത്തി. ഒരാൾക്കും തോന്നുമ്പോൾ വരാൻ പറ്റില്ല, ഇന്ന സമയം കഴിഞ്ഞല്ലാതെ ഒരാൾക്കും അകത്തേക്ക് കിടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ കുറേയൊക്കെ സംവിധാനം ചെയ്താലും അഴിമതി ഒരു ആർട്ടിസ്റ്റിൻ്റെ പണിയാണ്, വേറല്ലേ? ആ അഴിമതി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആ ഡിറ്റക്റ്റീവ് ഈസ് ഓൺലി എ ക്രിട്ടിക് എന്നാ പറയാ. അങ്ങനെ ചില അവതാരങ്ങളെ ഈ 5 വർഷം കാണാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് അവരെ കാണാനൊക്കെ പറ്റിയാലും രഞ്ജിത്തെ, നമുക്ക് പിന്നെ പല രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും പേഴ്സണലായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് അവർ ഇന്ന ആൾക്കാർ നമ്മുടെ ശ്രദ്ധയിലാണെന്നൊക്കെ പറയും. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല. അഴിമതി വ്യക്തമായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നന്നായി ചെയ്യുന്നു, സാധുക്കളായ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്ക് നമ്മൾ പറയുമല്ലോ. 3 സെൻറ്റിനകത്ത് വീട് വയ്ക്കാൻ വരുന്നവൻ്റെ അപ്പുറത്ത് 5 സെൻറ്റിമീറ്റർ വ്യത്യാസം വന്നു അവൻ്റെ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവൻ ആകെ സെറ്റ് ബാക്ക് 1.5 അടിയാണ്. അതിനകത്ത് ഈ 5 സെൻറ്റിമീറ്റർ വ്യത്യാസം നിങ്ങൾ പരിഗണി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരി മാഡം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുകയും നമ്മൾ ഇടപെടാതെ തന്നെ പാവപ്പെട്ട ആളിനെ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ അഴിമതി ആരോപണം വരുമ്പോൾ ഇവർ അഴിമതി ചെയ്തെന്നുള്ളതിന് എനിക്കൊരു തെളിവുമില്ല, നേരല്ലേ? അത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നു, പാവപ്പെട്ട ആൾക്കാരോട് അലിവ് കാണിക്കുന്നു, അതുപോലെ കോൺട്രാക്ടേഴ്സിനോടായാലും ഒക്കെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരൊരു നല്ല ഉദ്യോഗസ്ഥനെന്ന് എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അത്ര പിന്തുണ കിട്ടിയിരുന്നു. ഇടയ്ക്കൊക്കെ വേറെ കുറേ പൊളിറ്റിക്സൊക്കെ അതിനകത്തുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ എന്തോ കാണാൻ വരുന്ന എന്തോ കുഴപ്പമെന്നുള്ള രീതിയിൽ ഒക്കെ ഇവർ പറഞ്ഞ്, ഞാൻ വിചാരിക്കണം അതൊരു സൗകര്യപൂർവ്വം ആരൊക്കെ ഉണ്ടാക്കിയ ഒരു നുണക്കഥയായിരിക്കും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു മേയറെ കാണാൻ വരുന്നതിൽ എന്തിനാ വിഷമം തോന്നേണ്ട ആവശ്യം? ശരിക്കാലോചിച്ച് നോക്കി, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് അറിയാം. ലുക്കിംഗ് ബാക്ക് ഞാൻ വിചാരിക്കുന്നു ആരെയൊക്കെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ ചില നുണകളായിരിക്കും അതൊക്കെ എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ആരോടെങ്കിലൊക്കെ നീരസം എനിക്കോ നീരസം ഒന്നും എൻ്റെ മനസ്സിൽ, എൻ്റെ നിഘണ്ടുവിലില്ല രഞ്ജിത്തെ. ഞാൻ ഏറ്റവും അധികം ക്ഷമിക്കുന്ന മുഖം കറുപ്പിച്ചൊക്കെ ഞാൻ സംസാരിക്കും. ഇഷ്ടമില്ല ഞാൻ നല്ലോണം ചീത്ത പറയും. അത് ഇഷ്ടമില്ലെങ്കിലാണല്ല, ചില ആൾക്കാരെ ക്രൂരമായ പ്രവൃത്തി ഉണ്ടാവും, സഹിക്കാൻ പറ്റില്ല എനിക്കത്. അത്രയും ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവന്മാരിരുന്നിട്ട് ഇങ്ങനെ ഈ ഫയലൊന്നാണ്, എന്നിട്ട് അതിനൊരു 100,000 ന്യായവും അതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. സത്യമായിട്ടും നമ്മൾ ശപിക്കരുതെന്ന് പറയും. ശപിച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ നന്മയും ഇല്ലാതാവുമെന്ന് പറയും. നമ്മൾ ദുർവാസാവിനെ പറ്റി എപ്പോഴും പറയുമല്ലോ. വീണ്ടും എത്രയോ തപസ് ചെയ്തെങ്കിൽ ഈ ഒരിക്കൽ ഒരാളെ ശപിച്ചതിന് ദോഷം മാറും എന്നൊക്കെ നമ്മൾ കേട്ട് പഠിച്ചവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ളിലുണ്ട്, ആരെയും അറിഞ്ഞുകൊണ്ട് ദോഷം വരണേ എന്ന് വിചാരിക്കരുത്. ശത്രു ആയാലും വിഷമിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ വേണമെന്നറിയാതെ പോലും മനസ്സിൽ തോന്നരുതെന്ന് കരുതി മനസ്സിനെ പോലും വിലക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോഴും അതിനെ മറയ്ക്കാനുള്ള കഴിവുണ്ടാവണം എൻ്റെ മനസ്സിന് എന്ന് വിചാരിച്ചുകൊണ്ട് അവരവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാളോടും അങ്ങനെ ഒരു ഭയങ്കരമായ ദേഷ്യമോ അല്ലെങ്കിൽ ശാപമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ചില കേസിൽ ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ട്, അത് ശാപം കിട്ടും നിങ്ങൾക്കൊണ്ട് മക്കൾ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല എന്തായാലും. അതൊക്കെ വരുമ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരുടെ ജീവിതം തുലന്നു പോകുന്നത് കാണുമ്പോൾ അത് സഹായിക്കാത്തവരോട്
നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ചട്ടപ്പടി ഇങ്ങനെ ഫയൽ ഒന്നിട്ട് ഫയലിൻ്റെ അകത്ത് 10,000 ഒബ്ജക്ഷൻസ് വെച്ച് ഒരാളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പറ്റും. അത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാറുള്ളത്. അപ്പം ഞാൻ തുറന്ന് ശപിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു ശാപം കിട്ടും നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടും, അത് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ആർക്കായാലും കിട്ടും. കാരണം അത്രയേറെ കോർപ്പറേഷൻ ഇഷ്ടം പോലെ ലാഭം ഉണ്ടായാലും അതിനെ എന്ത് ചെയ്യാനാ, അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ആളില്ലാതെ വരികയാണ് ഈ ടെക്നിക്കലായിട്ടുള്ള ഒബ്ജക്ഷൻസ് വെച്ചുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഞാൻ നോ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അല്ല, നോ എന്ന് പല കാര്യത്തിലും പറയേണ്ടി വരും. അത് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ പറ്റൂ എന്ന് പറയേണ്ടി വരും. പിന്നെ ചിലരൊക്കെ അവരവരുടെ ഔദ്യോഗികമായ സ്ഥാനരംഗത്തിരുന്നുകൊണ്ട് അവർ വിചാരിച്ചതേ നടക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. നമ്മളൊന്നും ഒരു കാര്യവും ഒരാൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മളത് ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പറയുന്നത്. അപ്പം അതിനോടൊക്കെ അവഗണന കാണിക്കുന്നവരൊക്കെ പിന്നീട് അനുഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ. ഇങ്ങനെ ഒരുപാട് പോയിറ്റിക് എന്താ പറയുക, കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കാലത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 5 വർഷം കൊണ്ട് രാഷ്ട്രീയക്കാരിയായി എന്ന് തോന്നിയോ? ഇല്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം. രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലുണ്ട്. അങ്ങനെയല്ല, അതല്ല, ഞാൻ എൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു വിശ്വാസം എന്താ അറിയോ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കക്ഷിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സാണ് എനിക്കെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് എന്നെപ്പറ്റി. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആ വിശ്വാസമുണ്ട്. കാരണം ഞാൻ വളർന്നത് ഒരു കൊടി പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഞാൻ വളർന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാണാതെ പറയാൻ കഴിവുള്ള ഒരു കുടുംബത്തിലാണ്.